നീറ്റ് ആസ്പിറൻസ്, നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന നീറ്റ് 2026 ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 8 മുതൽ മാർച്ച് 8 വരെയാണ് ടൈം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളതെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എല്ലാവരും നീറ്റ് ബുള്ളറ്റിൻ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. അതിലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഫേസസ് ആണുള്ളത്. ഫസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ്, ലാസ്റ്റ് വൺ ഫീ പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 ഫേസസും കൃത്യമായിട്ട് നമ്മുടെ നീറ്റ് ബുള്ളറ്റിനിൽ പേജ് നമ്പർ 96 മുതൽ 108 വരെ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കയറി ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ് പ്രൂഫ്, ഐഡൻറ്റിറ്റി കാർഡ്. ഈ കാര്യങ്ങളാണ് ഫസ്റ്റ് ഫേസിൽ ആവശ്യമുള്ളത്. ഇതെല്ലാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു ID-യും പാസ്വേഡും ലഭ്യമാകും. ഈ ID-യും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് ഫേസിലോട്ട് കടക്കാം. സെക്കൻഡ് ഫേസിൽ വരുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും അതേപോലെ തന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ, എക്സാമിനേഷൻ സെൻറ്റർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ലൈവ് ഫോട്ടോ. ഇത്രയും നാളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ വർഷമുള്ളത് ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, കറക്ഷനൊന്നും വരാതെ തന്നെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് തമ്പ് ഇംപ്രഷൻ, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, 10th മാർക്ക് ലിസ്റ്റ്. ഇനി ഈ 10th മാർക്ക് ലിസ്റ്റ് CGPL ആണെങ്കിൽ അത് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്ത സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് ഫേസിൽ ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ കരുതി വെച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റിൽ ജനറൽ കാറ്റഗറിക്ക് വരുന്നത് 1700 റുപ്പീസും OBC NCL കാറ്റഗറിക്ക് വരുന്നത് 1600 റുപ്പീസും SC ST PWBD തേർഡ് ജെൻഡർ കാറ്റഗറിക്ക് വരുന്നത് 1000 റുപ്പീസുമാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഫേസസും കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുവാണ്. ലാസ്റ്റ് നമുക്ക് കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻസിനെ പറ്റി നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നമ്മൾ പറഞ്ഞ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ടത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ്. അതേപോലെ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ആ ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സൈസിൽ വേണം അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുവാൻ സാധ്യമാവത്തില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചർ വരുന്നത് ബ്ലാക്ക് ഇങ്കിലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു വൈറ്റ് പേപ്പറിൽ അവിടെ പറയുന്ന ആ ഒരു സൈസിൽ വേണം അത് അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. അതൊരു JPG ഫോർമാറ്റിലായിരിക്കും അപ്ലോഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് തമ്പ് ഇംപ്രഷൻ ആണ്. അതും JPG ഫോർമാറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 10th മാർക്ക് ലിസ്റ്റ് ആണ്. നമുക്ക് PDF രൂപത്തിലാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ CGPL ആണെങ്കിൽ അത് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. PDF രൂപത്തിൽ വേണം അത് അപ്ലോഡ് ചെയ്യുവാൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അഡ്രസ് പ്രൂഫ് ആണ്. അതും PDF രൂപത്തിൽ വേണം അപ്ലോഡ് ചെയ്യുവാൻ. അവിടെ പറയുന്ന സൈസിനനുസരിച്ച് വേണം അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. അതും PDF രൂപത്തിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഐഡൻറ്റിറ്റി കാർഡ് വേണം. അതും എന്താണ്, നമ്മുടെ ഒരു PDF രൂപത്തിൽ വേണം അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് PWBD സർട്ടിഫിക്കറ്റ് ആണ്. അതും PDF രൂപത്തിൽ. PD സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി പേഴ്സൺ ആണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് PWBD സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം നേരത്തെ തന്നെ കരുതി വെച്ചെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ കരുതിയതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തോളൂ. കാര്യം അവസാന നിമിഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോവാതിരിക്കാൻ പെട്ടെന്ന് തന്നെ എല്ലാം അപ്ലൈ ചെയ്തോളൂ. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് സ്ക്രിപ്റ്റ് സർവീസ് ആണ്. സ്ക്രിപ്റ്റ് സർവീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആളുടെ സിഗ്നേച്ചറും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും ഇവിടെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട്. താങ്ക് യു.